അറിഞ്ഞോ കൊല്ലം സ്കോറിലെ വിശേഷം? നമ്മളെല്ലാം കാത്തിരുന്ന കേരള ബാങ്കിന്റെ PSC ഫലം എത്തിയിരിക്കുകയാണ്. 2ാം റാങ്ക് ഉൾപ്പെടെ നിരവധി റാങ്കുകളാണ് കൊല്ലം സ്കോറർ സ്വന്തമാക്കിയിരിക്കുന്നത്. 2ാം റാങ്കുകാരനായ വിനായകൻ നമ്മളുടെ കൂടെയുണ്ട്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. വിനായക്, പറയൂ, ഈ അടിപൊളി വിജയത്തിന് പിന്നെ രഹസ്യം എന്താണ്? വിജയത്തിലെ രഹസ്യം മറ്റൊന്നുമല്ല, നമ്മുടെ കൊല്ലം സ്കോറിലെ പ്രോപ്പറായിട്ടുള്ള ടീച്ചിങ് തന്നെയാണ്. സ്കോറിലെ എന്തെല്ലാം ഘടകങ്ങളാണ് ഈ വിജയത്തിലേക്ക് എത്തിക്കാൻ താങ്കളെ സഹായിച്ചത്? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇവിടെ പ്രോപ്പറായിട്ട് നമ്മൾ ഗൈഡൻസ് തരുന്നുണ്ട്. പിന്നെ സാറുമാരാണെങ്കിലും ഒക്കെ നമുക്ക് എപ്പോഴാണെങ്കിലും അവരെ പോയി കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഡൗട്ടൊക്കെ ചോദിക്കാനാണെങ്കിലും നമുക്ക് നല്ല ഫ്രണ്ട്ലിയാണ്. നമുക്കൊരു എക്സാമിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ കാണും, എവിടെ നിന്നൊക്കെ കണ്ടന്റ് എടുക്കണം, എന്തൊക്കെ പഠിക്കണം, കൺഫ്യൂഷൻ അല്ലേ. അപ്പോൾ അതിനെല്ലാം ഒരു പ്രോപ്പറായിട്ടുള്ള ഉത്തരം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്കോറിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതെ. പിന്നെ മാത്രമല്ല നമുക്ക് എടുത്തു പറയണമെങ്കിൽ ജയകുമാർ സാറ് ലോ ആണ് എടുക്കുന്നത്. എന്നാലും നമുക്ക് ഏത് വിഷയത്തിന് ഡൗട്ട് ഉണ്ടെങ്കിലും സാറിന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ സാറ് പ്രോപ്പറായിട്ട് അത് നമുക്ക് ക്ലിയർ ചെയ്ത് തരും. പിന്നെ ഈ എക്സാമിന്റെ കാര്യം മാത്രമല്ല, പുറത്തുനിന്നുള്ള ഈ കോപ്പറേറ്റീവ് സെക്ടറായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും സാർ നമുക്ക് പ്രോപ്പറായിട്ട് സൊല്യൂഷൻ കണ്ടെത്തി തരും. ഇവിടുത്തെ സാറുമാരെല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് എപ്പോഴും വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാനൊക്കെ പ്രോപ്പറാണ്. പിന്നെ ഇവിടെ ഓൺലൈനായിട്ട് എക്സാമും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എല്ലാ വീക്ക്ലിയും OMR എക്സാം നടത്തുന്നുണ്ട്. ഇതൊക്കെ അറ്റൻഡ് ചെയ്യുക, ഇതൊക്കെ ഉള്ളൂ. സഹകരണ മേഖലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ വിജയത്തിനെ മുൻനിർത്തിക്കൊണ്ട് എന്തൊക്കെ സജഷൻസ് നൽകാം? സജഷൻസ് മറ്റൊന്നുമില്ല, നമ്മൾ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസം ഏതൊക്കെ പോർഷൻസ് ആണ് കവർ ചെയ്യാനുള്ളത് നമ്മൾ ആദ്യമേ മൈൻഡിൽ സെറ്റ് ചെയ്യുക. അന്നന്ന് ആ പോർഷൻസ് കവർ ചെയ്തിട്ട് നമ്മൾ പിന്നെ റെസ്റ്റ് എടുക്കൂ എന്ന് തീരുമാനിക്കുക, എന്നിട്ട് പഠിക്കുക. പിന്നെ രണ്ടാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പരാജയങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും തളർന്നു പോകാതിരിക്കുക. ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ആക്ച്വലി കടയ്ക്കൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കടയ്ക്കൽ ബാങ്കിൻ്റെ സൊസൈറ്റിയുടെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ രാത്രി ഉറക്കമൊക്കെ ഒഴിച്ചിരുന്ന് പഠിച്ചു. അത്യാവശ്യം കയറണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെ പഠിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് ആ ലിസ്റ്റിലേ ഇല്ലായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച് ഒരുപാട് പേര് കയറിപ്പോയി. അപ്പോൾ എനിക്ക് മാനസികമായിട്ട് വളരെ സങ്കടമൊക്കെ തോന്നി. എന്നാൽ ഞാൻ അത് വിട്ട് കളയാൻ തയ്യാറായില്ല. ഞാൻ വീണ്ടും പഠിച്ചു. പക്ഷേ ആ പഠിച്ചതെല്ലാം ആ സമയത്ത് എനിക്ക് വിഷമം വന്നാലും പിന്നെല്ലാം ഈ കേരള ബാങ്കിൻ്റെ എക്സാമോടുകൂടി എനിക്കതിന് എന്തായാലും റിസൾട്ട് കിട്ടി. കൊല്ലം സ്കോറിലൂടെ വിനായന്റെ ലൈഫ് സെറ്റ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങളാണ് വന്നത്. വലിയൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് നന്ദി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കോറിലെ അധ്യാപകരോടാണ്. ഇവർ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇവിടെ എത്താൻ പറ്റില്ലായിരുന്നു. പിന്നെ അതിലുപരി എൻ്റെ പേരൻസ് ഞാൻ ഓരോ എക്സാം ഞാൻ പരാജയപ്പെടുമ്പോഴും അവരൊരിക്കലും എന്നെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ പറ്റില്ല എന്ന് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടില്ല. പറ്റും, പഠിക്കുക എന്നുള്ള രീതിയിലേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നാട്ടുകാരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ ഒരുപാട് സപ്പോർട്ട് വന്നിട്ടുണ്ട്. ആശംസകൾ. താങ്ക് യു. അപ്പോൾ കൊല്ലം സ്കോറർ റെഡിയായി കഴിഞ്ഞു. നിങ്ങളോ?